നമസ്കാരം. ഞാൻ ഡോക്ടർ ഗായത്രി രാജൻ. കോഴിക്കോട് ആസ്റ്റർ മിംസിലെ ചൈൽഡ് ആൻഡ് അഡോളസെൻ്റ് സൈക്കാട്രിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചെറിയ കുട്ടികളിലെ സ്വഭാവ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ചെറിയ കുട്ടികളിലെ സ്വഭാവ പ്രശ്നങ്ങൾ നമ്മളെടുക്കുമ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് അതിനെ സ്കിൽ ഡെഫിസിറ്റ് ആൻഡ് പ്രോബ്ലം ബിഹേവിയേഴ്സ് അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ലളിതമായിട്ട് അതിനെ വേർതിരിക്കാം. സ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ ദിനചര്യം ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അത് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് സ്കൂൾ അധികൃതർ ആവശ്യപ്പെടുന്ന പോലെ പഠിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് സ്കിൽ ഡെഫിസിറ്റ്. അതേ സമയത്ത് എക്സസ് അല്ലെങ്കിൽ പ്രോബ്ലം ബിഹേവിയർ എന്ന് വെച്ചാൽ കുട്ടി കൂടുതലായിട്ട് വയലൻ്റ് ആയിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ കുട്ടി വേറെ കുട്ടികളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ കുട്ടി സ്വയം വേദനിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും പെരുമാറുന്നു. ഇതൊക്കെയാണ് എക്സസ് ബിഹേവിയേഴ്സ്. എന്തുകൊണ്ട് ഒരു കുട്ടിക്ക് ഇങ്ങനെ സ്കിൽ ഡെഫിസിറ്റോ അല്ലെങ്കിൽ എക്സസ് ബിഹേവിയറോ ഉണ്ടാകുന്നു? അപ്പം ഇതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലെ ഡിസോർഡേഴ്സ് കാരണമാണ്. അതിലാണ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ബുദ്ധി കുറവ്, പിന്നെ ഓട്ടിസം, ADHD, പഠന വൈകല്യം അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ആയ എപ്പിലെപ്സി, ഇതെല്ലാം കാരണം കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അപ്പം നമ്മൾ എങ്ങനെ ഈ പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പം എങ്ങനെ ഈ പ്രശ്നങ്ങളെ നമുക്ക് അപ്രോച്ച് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോബ്ലംസിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആ അനാലിസിസിനെ നമ്മൾ ഫങ്ഷണൽ ബിഹേവിയർ അനാലിസിസ് എന്ന് പറയും. ഒരു കുട്ടി പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ആ പ്രോബ്ലം ഉണ്ടാകുന്ന സിറ്റുവേഷനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ആ പ്രോബ്ലത്തിന് മുന്നേ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്താണെന്നും ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്താണെന്നും നമുക്ക് അനലൈസ് ചെയ്യാം. മുമ്പുണ്ടാകുന്ന സംഭവങ്ങളെ നമ്മൾ ആൻറ്റിസിഡൻ്റ് എന്നും ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളെ നമ്മൾ കോൺസിക്വൻസ് എന്നും പറയുന്നു. അപ്പം ആൻറ്റിസിഡൻ്റ് എന്ന് വെച്ചാൽ കുട്ടിയുടെ ബിഹേവിയർ. ഇപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ബിഹേവിയർ ആണെങ്കിൽ മുമ്പുണ്ടാകുന്ന ബിഹേവിയർ ട്രിഗർ ചെയ്യുന്ന ആൻറ്റിസിഡൻസ് അത് ഇൻറ്റേർണൽ ആവാം, എക്സ്റ്റേർണൽ ആവാം. ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ വിശന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, നമ്മൾ ക്രാങ്കി ആവും. അതേപോലെ തന്നെയാണ് കുട്ടികൾ. അപ്പം അതാണ് നമ്മൾ ഇൻറ്റേർണൽ ട്രിഗേഴ്സ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആൻറ്റിസിഡൻറ്റ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് എക്സ്റ്റേർണൽ ട്രിഗേഴ്സ്. ഉദാഹരണത്തിന് ഇപ്പോൾ ചില കുട്ടികൾക്ക് സെൻസറി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം വളരെ ലൗഡായിട്ടുള്ള നോയ്സസ് അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഒരു എമൗണ്ട് വരെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കോൺസിക്വൻസ് എന്ന് വെച്ചാൽ കുട്ടി ഒരു ബിഹേവിയർ കാണിക്കുമ്പോൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാർ ആ ബിഹേവിയറിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. സാധാരണ കുട്ടികൾ എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് ബിഹേവിയർ കാണിക്കുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ അതൊരു സ്കിൽ ഡെഫിസിറ്റ് കാരണമായിരിക്കാം. ഉദാഹരണത്തിന് കുട്ടിക്ക് സംസാരിക്കാൻ അറിയില്ല, അപ്പോൾ കുട്ടി കരഞ്ഞിട്ടായിരിക്കാം കുട്ടിയുടെ പ്രോബ്ലംസ് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫങ്ഷണൽ ബിഹേവിയർ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ നമുക്ക് സ്പീച്ച് തെറാപ്പിക്കോ, ഇനിയിപ്പം കുട്ടിക്ക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടിക്ക് നമുക്ക് ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടാം. അതേ സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും ടാഞ്ചിബിൾ ആയിട്ടുള്ള റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്തെങ്കിലും ഇപ്പം ഷോപ്പിംഗ് മോളിൽ പോയി കുട്ടി എന്തെങ്കിലും കാണുകയാണ്, അപ്പോൾ എനിക്ക് ഇപ്പം അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അത് കുട്ടിക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ. അപ്പോൾ അവിടെ നമ്മളെപ്പോഴും പേരൻസിനോട് ആലോചിക്കാൻ പറയാം. കുട്ടിക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അതൊരു ടാൻട്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ കുട്ടിക്ക് കൊടുക്കുക. അതായത് കുട്ടിക്ക് ആവശ്യമില്ലാത്ത സാധനമാണെങ്കിൽ നമ്മൾ കുട്ടീനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുക, അങ്ങനെ ഓരോ ടെക്നീക്സ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പേരൻസിനെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഞാനൊരു വേർഡ് യൂസ് ചെയ്തു, ടാൻട്രം. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ടാൻട്രം. എന്താണ് ടാൻട്രം? യൂഷ്വലി കുട്ടികളിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ ഏജിൽ, പ്രത്യേകിച്ച് ടോഡ്ലർഹുഡിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൽ യൂഷ്വലി ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. കുട്ടികൾ വാശി പിടിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം അറിയിക്കുക, അതിനുശേഷം കരയുക, ചില കുട്ടികൾ നിലത്ത് കിടക്കുക, ഉരുളുക. എങ്ങനെയാണോ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്
അതിനനുസരിച്ചിട്ടാണ് ആ കുട്ടി പിന്നെ ആ ടാൻട്രം ഒരു സ്ഥിരം കാര്യമാവോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട്. ഇപ്പം കുട്ടി ആവശ്യമുള്ള കാര്യത്തിനോ അനാവശ്യ കാര്യത്തിനോ ആവാം ആദ്യം ടാൻട്രം കാണിച്ചത്. പക്ഷെ നമ്മൾ ഉടനെ തന്നെ ആ ഇപ്പോൾ ഒരു ടോയ്ക്ക് വേണ്ടിയിട്ടാണ് കരഞ്ഞത് അപ്പോൾ തന്നെ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു സ്ഥിരം രീതിയായി മാറിയേക്കാം. അപ്പോൾ അവിടെയാണ് കോൺസിക്വൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് സ്റ്റേണായിട്ട് നിന്നിട്ട് ഈ ടോയ് നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് ക്ലിയറായിട്ട് മെസ്സേജ് കുട്ടിക്ക് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി മോളുകളിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. പക്ഷേ പേരൻറ്റിങ്ങിൽ എപ്പോഴും ഒരു ചാലഞ്ചായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഈ ടാൻട്രംസ്. അപ്പം എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ ഈ കുട്ടികളുടെ സ്വഭാവ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് മാതാപിതാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുള്ളതാണ്. ഈ സ്വഭാവ പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും സ്വഭാവ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. നമുക്കൊരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ സ്വഭാവ പ്രശ്നങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ കുട്ടിയെയും ആ കുട്ടിയുടെ പ്രശ്നങ്ങളും യുണീക്കാണ്. അപ്പോൾ കുട്ടിയെയും മാതാപിതാക്കളെയും കണ്ട് അവർക്ക് ന്യൂറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അതോ സാധാരണയായിട്ടുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ആണോ എന്ന് നോക്കി മാത്രമേ നമുക്ക് ഡിസൈഡ് ചെയ്യാനും ചികിത്സ തീരുമാനിക്കാനും പറ്റുള്ളൂ. പിന്നെ മെഡിക്കേഷൻ നമ്മൾ ആസ് എ ലാസ്റ്റ് റിസോർട്ട്, കുട്ടി സ്വയം ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് വളരാനുള്ള സാഹചര്യങ്ങളെ തടയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്വഭാവം കുട്ടിക്കുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മെഡിക്കേഷൻസ് ചെറിയ കുട്ടികളിൽ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ. നന്ദി.